മെസ്സി ബാഴ്സലോണയിൽ കളിക്കുന്ന സമയം 2010 ലാലിഗ മത്സരം നടക്കുകയാണ്. അന്നത്തെ പ്രമുഖർ പലരും ടീമിലുണ്ട്. ഇവർ കളിക്ക് ഇങ്ങനെ തയ്യാറായി റെഡിയായിട്ടിരിക്കുന്നു. എതിർ ടീമിൽ കളിക്കുന്ന ഒരു കളിക്കാരൻ്റെ പേര് ഫാബിയൻ വർഗസ് എന്നാണ്. അയാൾ ഒരു കൊളംബിയക്കാരനാണ് ബേസിക്കലി. അദ്ദേഹത്തിൻ്റെ നാട്ടിൽ ആ സമയത്ത് ഒത്തിരി വെള്ളപ്പൊക്കമൊക്കെയുള്ള സമയമാണ്. എല്ലാവരും ദുരിതം അനുഭവിക്കുന്ന ഒരു സമയം. ഈ നാട്ടിലുള്ളവർ ഇദ്ദേഹത്തോട്, ഈ ഫാബിയൻ വർഗസിനോട് ഒരു ജേഴ്സി ആവശ്യപ്പെട്ടിട്ടുണ്ട് ലേലത്തിൽ വയ്ക്കാൻ. ലേലത്തിൽ ഈ ജേഴ്സി പോയി അങ്ങനെ ആ പൈസ കൊണ്ട് നാട്ടിലെ ദുരിതത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാമല്ലോ എന്ന് കരുതിയാണ് ചോദിച്ചത്. അപ്പോൾ ഈ ഫാബിയൻ വർഗസിനൊരു ഐഡിയ തോന്നുകയാണ്, വേറൊരു ഐഡിയ. എൻ്റെ ജേഴ്സിയേക്കാൾ വില മെസ്സിയുടെ ജേഴ്സി ലേലത്തിൽ വെച്ചാൽ കിട്ടും. അപ്പോൾ ഇയാൾ കളിക്ക് മുന്നേ മെസ്സിയുടെ അടുത്തേക്ക് പോയി ഇത് പറയുന്നു, ഈ ആഗ്രഹം പറയുന്നു. അത് കേട്ടതേ മെസ്സി ഓക്കെ പറയുകയാണ്. ഫാബിയൻ വളരെ ഹാപ്പിയാകുന്നു. അങ്ങനെ കളി തുടരുന്നു. പക്ഷെ കളി കഴിഞ്ഞപ്പോൾ എല്ലാം തകർന്നുപോയി. 8-0 ബാഴ്സലോണ ജയിക്കുന്നു. ഫാബിയൻ അതീവ ദുഃഖിതനായി. അയാൾ മെസ്സിയോട് ജേഴ്സി ചോദിക്കുന്നില്ല. ഇദ്ദേഹം നേരെ റൂമിലേക്ക് പോകുന്നു. അങ്ങനെ സങ്കടത്തിലിരിക്കുകയാണ് ടീം മുഴുവൻ. അപ്പോൾ ഒരാൾ വന്ന് പറയുന്നു, ഫാബിയൻ വർഗസിന് വേണ്ടി ഒരാൾ പുറത്ത് കാത്തു നിൽപ്പുണ്ട്. ഇയാൾ ചെല്ലുമ്പോൾ മെസ്സി. അയാൾ ചിരിച്ചുകൊണ്ട് ഫാബിയൻ്റെ പുറത്ത് തട്ടി. മെസ്സിയുടെ കയ്യിൽ ഒരു കിറ്റും ഉണ്ടായിരുന്നു. ആ കിറ്റ് മെസ്സി ഫാബിയന് നേരെ നീട്ടി. തുറന്നു നോക്കിയപ്പോൾ അയാൾ ഞെട്ടുകയാണ്. ആ കിറ്റിൽ മെസ്സിയുടെ ജേഴ്സിയുണ്ട്, കൂടെ സാവി, ഇനിയസ്റ്റ, പിയൂൾ, ബാഴ്സ ടീമിലെ പലരുടെയും ജേഴ്സി. ഫാബിയൻ്റെ മനസ്സ് നിറയുകയാണ്. വർഷങ്ങൾക്ക് ശേഷമാണ് മെസ്സിയെക്കുറിച്ച് ഫാബിയൻ ഈ കഥ പറയുന്നത്. മനുഷ്യരുടെ സങ്കടത്തിൽ കൂടെ നിൽക്കുക എന്നതാണ്, കണ്ടറിഞ്ഞ് ചെയ്യുന്നതാണ് ഒരാളെ ഒരു നല്ല മനുഷ്യനാക്കുന്നത്. മെസ്സിയെ സ്നേഹിക്കുന്നതും അയാളെ പലരും ഹൃദയത്തോട് ചേർക്കുന്നതും ഇതുകൊണ്ടാണ്. കണ്ടറിഞ്ഞ് ചെയ്യുക. അയാൾ കളിക്കളത്തിൽ കൂട്ടുകാർക്ക് നൽകുന്ന അസിസ്റ്റ് പോലെ.